സാറേ, അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘത്തെ നയിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം MP ശശി തരൂരാണ്. അതുപോലെ പാകിസ്ഥാനിൽ നിന്നും ഒരു സംഘം അമേരിക്കയിൽ വരുന്നുണ്ട്. അവരെ നയിക്കുന്നത് ബിലാവൽ ഭൂട്ടോയും. ഈ തരൂരും ബിലാവൽ ഭൂട്ടോയും എങ്ങനെയായിരിക്കും അമേരിക്കയിൽ? ആ ഏറ്റുമുട്ടൽ ലോകം മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ തരൂരിനെ ബിലാവൽ ഭൂട്ടോ എങ്ങനെ നേരിടും? ബിലാവൽ ഭൂട്ടോയെ തരൂർ എങ്ങനെ വീഴ്ത്തും? ഇതാണ് പൊതുവെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള ആകാംക്ഷ. മല്ലനും മാധേവനും കഥയില്ലേ, ഏതാണ്ടതുപോലെയാണ് ഈ രണ്ട് മഹാമല്ലന്മാർ. ഒന്ന് ഇന്ത്യക്ക് വേണ്ടി പടപൊരുതാനായി ദേശസ്നേഹവുമായി ലോകം ചുറ്റാനൊരുങ്ങുന്ന തരൂർ. അത് പ്രഖ്യാപിത ഒരു നെയിമാണ്, നാച്ചുറൽ ചോയ്സാണ്. അദ്ദേഹം പൊളിറ്റീഷ്യനാണ്, എഴുത്തുകാരനാണ്, ലോകം കണ്ട അറിയപ്പെട്ട ഒരു ഫോർമർ ഡിപ്ലോമാറ്റാണ്, ബ്യൂറോക്രാറ്റാണ്. എല്ലാം കൊണ്ടും ഈ സർവ്വഥായോഗ്യൻ അല്ലെ, സർവ്വഥായോഗ്യനായ ആളാണ്. സകലകലാവല്ലഭനാണ്. അത് മാത്രമല്ല, ഇന്ത്യയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയതിനു ശേഷം ഏതാണ്ട് അതേ ലൈനിലോ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ ഇന്ത്യയെ സാംസ്കാരികമായി ഒരു ഷോക്കേസ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് തരൂർ. കേരളത്തെയും ഇന്ത്യയും സ്വന്തം രാജ്യത്തെ. അതുകൊണ്ടാണ് വിശ്വപൗരൻ നാട്ടിലേക്കെത്തി തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം സ്വന്തം രാജ്യം. ലോകത്താരെല്ലാം ബഹുമാനിച്ചാലും സ്വന്തം രാജ്യത്തിൻ്റെ ബഹുമാനമാദരം, സ്വന്തം നാടിൻ്റെ ആദരം ലഭിച്ചില്ല എങ്കിൽ എന്താണ് ജീവിതം? വലിയ കുറവാണ്. അത് വലിയ കുറവാണ്. അത് തരൂർ തിരിച്ചറിയുന്നു. ഒരു ദിവ്യനും സ്വന്തം നാട്ടിൽ സ്ഥാനമില്ല എന്നത് മറ്റൊരു കാര്യം. ആ പഴഞ്ചൊല്ലും പതിരില്ല. അത് തരൂർ വേദനയോടുകൂടി അത് അനുഭവിക്കുന്നു. എന്നിരുന്നാലും തരൂർ ഒരു പ്രത്യേക തൻ്റെ ജീവിതത്തിൽ ഒരു ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ആഗ്രഹിച്ച ഒരു റോൾ, ഡിപ്ലോമാറ്റിക് കം പൊളിറ്റിക്കൽ കരിയർ. ആ കരിയർ സ്ട്രെച്ച് ചെയ്യുകയാണ് ഏതാനും വർഷത്തേക്ക് കൂടി. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ലാസ്റ്റ് ലെഗാണ്. 4 ടൈം MP, 15 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 16ാമത്തെ വർഷത്തിൽ നിൽക്കുകയാണ്. ഇനി ഒരു 4 വർഷം, അങ്ങനെ 20 വർഷം കംപ്ലീറ്റ് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുൻ MP എന്ന രീതിയിൽ ജീവചരിത്രം എഴുതേണ്ടയാളാണോ, അതോ ഇന്ത്യയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങി നിർത്തിയ ആൾ? അത് അടൽ ബിഹാരി വാജ്പേയി 94-ലും, അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി, അതുപോലെ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിച്ച വിഖ്യാതനായ പ്രഭാഷകൻ അല്ലേ, ചിന്തകൻ, ധിഷണാശാലി. അതുപോലെ വീണ്ടും വാജ്പേയി ഒരിക്കൽ കൂടി അവതരിച്ചു 2004-ൽ. വീണ്ടും മൻമോഹൻ സിംഗ് 2008-ൽ മുംബൈ ഭീകരാക്രമണം ചെയ്ത സർവകക്ഷി. അന്ന് വാജ്പേയി സജീവമല്ല, പക്ഷേ BJPയുടെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. വാജ്പേയിയെ പല ആവർത്തി ഉപയോഗിച്ചതുപോലെ 70-കളിൽ ഇന്ദിരാഗാന്ധിയും 71-ന് ശേഷം ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചു. കാര്യങ്ങൾ വിശദീകരിക്കാൻ ചിലപ്പോൾ ഭരണപക്ഷത്തെ ഒരാളേക്കാൾ വിശ്വാസ്യതയുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആളായിരിക്കും. അദ്ദേഹം സംസാരിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ സ്വരമായിരിക്കില്ല, മറിച്ച് രാജ്യത്തിൻ്റെ സ്വരമായിരിക്കും. ഇത് തരൂർ ആവോളം ആസ്വദിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് നൽകാനാവാത്ത ഒന്നാണ്. കോൺഗ്രസ് പാർട്ടിക്ക് പേര് നൽകാനേ ആവൂ. ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് തീരുമാനിക്കുന്നത്. ഇത് നന്നായി അറിയാം തരൂരിന്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചിന്തയുടെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. എന്ത് തീരുമാനത്തിൻ്റെ പിന്നിലും, ദേശത്തെ കുറിക്കുന്ന എന്ത് ആക്ടിവിറ്റിയുടെ പിന്നിലും രാഷ്ട്രീയമുണ്ട്. പോസിറ്റീവായതും നെഗറ്റീവായതുമുണ്ട്. അത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഉറപ്പായിട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഒരു വശത്ത് തരൂർ ഇങ്ങനെ മഹാമേരുവായി നിറഞ്ഞു നിൽക്കുന്നു. അപ്പോഴാണ് ഏറ്റവും ഉചിതമായ മറുപടി മറുപക്ഷത്ത് നിന്ന്, അതിർത്തിക്കപ്പുറത്ത് നിന്ന് വരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കേണ്ടത്. ബിലാവൽ ഭുട്ടോ. നല്ല ഒന്നാം തരം പൊളിറ്റിക്കൽ പെഡിഗ്രി പറഞ്ഞാൽ കറകളഞ്ഞ പൊളിറ്റിക്കൽ പെഡിഗ്രി. സിന്ധ് പ്രദേശത്തിൻ്റെ ആൾ, കറാച്ചി കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഒരു പൊളിറ്റിക്കൽ നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെയാണ്. അതേപോലെ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകൾ ബിനാസിർ ഭൂട്ടോ, ബിനാസിർ ഭൂട്ടോയുടെ ഹസ്ബൻഡ് അസീഫ് അലി സർദാറി, അവരുടെ പ്രിയപുത്രൻ ബിലാവൽ ഭൂട്ടോ ശ്വസിക്കുന്നതും ജീവിക്കുന്നതും ആഹരിക്കുന്നതും എല്ലാം രാഷ്ട്രീയമാണ്.
അത് ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയമാണ്, പാക് രാഷ്ട്രീയമാണ്, ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയമാണ്. അത് പറയാൻ ലോകവേദികളിൽ കിട്ടുന്ന അവസരം രണ്ട് കൈയും നീട്ടി ബിലാവൽ ഭൂട്ടോ സ്വീകരിച്ചു. പക്ഷേ തരൂറിന് റൈവലാണോ ഭൂട്ടോ? ഇതാണ് ചോദ്യം. അതാണ് ചോദ്യം. ആ ത്രാസ്, തരൂറിന്റെ ത്രാസ് താണു നിൽക്കും, തട്ട് താണു നിൽക്കും. കാരണം സിനിമ ഡയലോഗ് പോലെയാണ് അത്. മൾട്ടി ഡയമെൻഷണൽ പേഴ്സണാലിറ്റിയാണ് തരൂർ. പക്ഷേ ബിലാവൽ ഭൂട്ടോ സിംഗിൾ ഡയമെൻഷണൽ പേഴ്സണാലിറ്റിയാണ്. ഹി ഈസ് എ പൊളിറ്റീഷ്യൻ, ഹി നോട്ട് എ ഡിപ്ലോമാറ്റ്. അപ്പം തരൂറിൻ്റെ ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ CV അല്ലെങ്കിൽ റെസ്യൂമേക്ക് എന്തൊരു ഘനമാണ് അല്ലെ? ഏതെല്ലാം തസ്തികകളാണ്, ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാം. ലോകരാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഷേക്ക് ഹാൻഡ് ചെയ്യാൻ വാട്ട് ആർ യു, ഹു ആർ യു എന്ന ചോദ്യം വരില്ല. ബിലാവൽ ഭൂട്ടോയ്ക്ക് ആ ഒരു സ്റ്റേച്ചർ അവകാശപ്പെടാൻ ഉണ്ടാവില്ല. അതുപോലെ ചിലരൊക്കെ അറിയാമായിരിക്കും പാകിസ്ഥാനിലെ ഒരു ഓപ്പോസിഷൻ ലീഡർ. മറ്റൊരു പ്രത്യേകത കൂടി ഇല്ലേ, ഈ അമേരിക്കൻ പ്രസിഡന്റിന് കൈ കൊടുക്കുന്ന അതേ താളത്തിൽ അല്ലെങ്കിൽ അതേ മഹിമയിൽ റഷ്യൻ പ്രസിഡന്റിനും അദ്ദേഹത്തിന് കൈ കൊടുക്കാനാകും. അത് തരൂറിനാവും. അതെ, തരൂറിനാവും. ബിലാവൽ ഭൂട്ടോയ്ക്ക് അതിന് കഴിയും. നരേന്ദ്രമോദിക്കാവും, തരൂറിനാവും. ബിലാവൽ ഭൂട്ടോ ആരാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് അയച്ച ഇന്ത്യയെ പ്രതിരോധിക്കാനായി, ഇന്ത്യൻ വാദഗതികളുടെ മുനയൊടിക്കാനായി അയച്ച ഒരാൾ. അപ്പം പാരഡൈം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ഈ ദിസ് ജഗർനോട്ട് ഈസ് മൂവിങ് ആൻഡ് ദി അജണ്ട, ദ ഗ്ലോബൽ അജണ്ട, ദ ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ്ക്രീഗ് അജണ്ട ഈസ് സെറ്റ് ബൈ ഇന്ത്യ. യാതൊരു സംശയമില്ല. അപ്പോൾ ആരാണോ ആദ്യ മൂവ് നടത്തുന്നത്? ചെസ് കളിയിൽ വെള്ളക്കരു കൊണ്ടുള്ള ആദ്യ തന്ത്രപരമായ മൂവ്, ആദ്യ മൂവിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യ നടത്തിയ മൂവാണ് തന്ത്രപരമായ മൂവാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്ത് മൂവ് പാകിസ്ഥാൻ നടത്തിയാലും മേൽക്കൈ ഇന്ത്യക്ക് തന്നെയാണ്. അവിടെ മേൽക്കൈ ഇന്ത്യക്ക് തന്നെയാണ്. അത് മാത്രമല്ല, ലോക വ്യവസ്ഥയിൽ ഇന്ത്യ ഓൾറെഡി വലിയ ഡിപ്ലോമാറ്റിക് നീക്കങ്ങൾ നടത്തി. അതിനെ ഒന്ന് സിമെന്റ് ചെയ്യുക. ഇന്ത്യ വിളിക്കാവുന്ന എല്ലാ ലോക അംബാസിഡർമാരെയും ഹൈക്കമ്മീഷണർമാരെയും 72 രാഷ്ട്രങ്ങളുടെ അംബാസിഡർമാരെ ബന്ധപ്പെട്ടു, അവർക്ക് തെളിവുകൾ കൈമാറി എന്നൊക്കെയാണ് വിവരങ്ങൾ. അതോടൊപ്പം തന്നെ രാജ്യ നേതാക്കളെ, ദ ബിഗ് 5, അതിൽ ചൈന മാത്രമാണ് സ്വല്പം ആശങ്കയുണ്ടാക്കുന്ന രാജ്യം. ബിഗ് 5 എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ വിഷയം എത്തുമല്ലോ. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ്. അങ്ങനെയാണ് അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ഈ ചൈന ഒഴിച്ചുള്ള മറ്റേ 4 രാജ്യങ്ങളും വലിയ ഇറ്റിനറിയാണ്. തരൂറിൻ്റെ ഇറ്റിനറിയാണ് ബ്രിട്ടനും അമേരിക്കയും. ഫ്രാൻസ് ആൻഡ് റഷ്യ തീർച്ചയായും തരൂറല്ല അവിടേക്ക് പോകുന്നു. പക്ഷേ തരൂറിന് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അതൊരു കരിയർ ഡിപ്ലോമാറ്റിൻ്റെ. അവർ രണ്ടുപേരും ഇന്ത്യയുമായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിലുമാണ്. അത് മാത്രമല്ല, ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ഫ്രാൻസ് ആണെങ്കിലും ആയുധ കച്ചവടമുള്ള രാജ്യങ്ങളാണ്. ഫ്രാൻസുമായും റഷ്യയുമായും അമേരിക്കയോട് ഇപ്പോൾ കൂടുതലായി ഇനി ആയുധ കച്ചവടം കൂടാൻ പോവുകയാണ് ബ്രിട്ടീഷ്. ഇന്ത്യക്ക് ആയുധ കച്ചവടമുള്ള രാജ്യങ്ങളാണ് ഇത് 4. പാകിസ്ഥാൻ അതിൽ ചൈനയുമായിട്ടാണ് കൂടുതലായും. അമേരിക്കയിൽ നിന്നും ചെറിയ തോതിൽ ആയുധം ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നത് മറക്കുന്നില്ല. പക്ഷേ അവിടെ അമേരിക്കയ്ക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരുമ്പോൾ, അമേരിക്കയുടെ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. അവിടെ തരൂറിന് ബിലാവൽ ഭൂട്ടോയെ മലത്തി അട്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഈ നേർക്കുനേർ പോരാട്ടം, ഇതിപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കുമ്പോൾ ഇന്നത് ഇന്നാർ വേഴ്സസ് ഇന്നാർ, വിരാട് കോഹ്ലി വേഴ്സസ് മറ്റൊരു രാജ്യത്തിനാണ്, ഇങ്ങനെ നമ്മൾ നെറേറ്റീവ് സൃഷ്ടിക്കുമല്ലോ. അതുകൂടെ ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു ഗാട്ടാ ഗുസ്തി, അങ്ങനെ ഒരു ഗുസ്തി മത്സരത്തിലേക്ക് മലർത്തി അടിക്കും. അതെ. അപ്പോൾ അവിടെ രാഷ്ട്രീയ നയതന്ത്ര ഗോദായിലെ മഹാമല്ലനാർ, ഹു വിൽ ഹാവ് ദ ലാസ്റ്റ് ലാഫ്? ഇതാണ് ചോദ്യം. അത് ശശി തരൂരായിരിക്കും എന്ന് നമുക്ക് ഒരു പ്രവചനം തീർച്ചയായിട്ടും നടത്താൻ ആയിരിക്കട്ടെ. അന്താരാഷ്ട്ര നയതന്ത്ര പഴത്തൊലികളിൽ ഒന്നിൽ തെന്നി വീഴാതെ ഇരിക്കട്ടെ എന്നും ആശംസിക്കാം. കാരണം ചെറിയ വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കപ്പെടും. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവാണ്, BJPയുടെ ഭാഗത്തല്ല. BJP പൂർണ്ണമായ ട്രസ്റ്റ് ചെയ്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രസ്റ്റ് ചെയ്തു. തരൂറിന്റെ ഈ ഭാഷ കേൾക്കുമ്പോൾ ചിലപ്പോൾ പേടി തോന്നും. സുന്ദരമായ ഭാഷയാണ്, പക്ഷെ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് ചില സമയത്ത് അപകടത്തിലാകും. ഫുട്ട് ഇൻ ദ മൗത്ത് എന്നൊരു സെയിങ് ഉണ്ട്. ഭാഷ നിർഗളമായി ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടാത്ത ഒരു വാചകം വീണ് കഴിഞ്ഞാൽ, ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ് പലപ്പോഴും തരൂറിന്റെ വാക്കുകൾ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കാറ്റിൽ ക്ലാസ് എന്ന
ആലങ്കാരിക ചില പ്രയോഗങ്ങളാണ് മുൻകാലങ്ങളിൽ വിമാനയാത്രയെക്കുറിച്ച് സംസാരിച്ചതാണ്, ഒരു എക്കോണമി ക്ലാസിനെ കുറിച്ച്. അപ്പം ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ഉണ്ട് എന്ന വ്യംഗ്യമായ സൂചനയാണ്. ഇങ്ങനെയുള്ള അർത്ഥം വെച്ച വാക്കുകൾ ചിലപ്പോൾ നയതന്ത്രപരമായ സാധ്യതയും അതേപോലെ തന്നെ വലിയ ഒരു പ്രതിബന്ധവും ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ തരൂർ വിജയത്തിനായി തിരിച്ചെത്തും. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.